നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് 1199 ഇടവമാസം 19 തീയതി 2024 ജൂൺ മാസം 2 തീയതി ഞായറാഴ്ച. ചില നക്ഷത്രജാതകർക്ക് ഇന്നൊരു വലിയൊരു സൗഭാഗ്യ സമ്പന്നതയിലേക്ക് എത്തുവാനുള്ള യോഗം വന്നു ചേരുന്നു. ഏകാദശിയാണെന്ന്. ഏകാദശി വ്രതമൊക്കെ അനുഷ്ഠിച്ച് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട്. ഈ ഒരു സമയത്ത് ഈ 7 നക്ഷത്രജാതകരുടെ തലവര തന്നെ മാറും. ഇവർക്കൊരു നേട്ടത്തിൻ്റെ കാലം തുടങ്ങുകയായി. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇവരുടെ തലവര മാറും എന്ന്. സൗഭാഗ്യകാലമാണ്. ഇവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ്. ആ നക്ഷത്രജാതകരെ നമുക്കറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യ സമ്പന്നതയിൽ എത്തുവാനുള്ള യോഗം വന്നു ചേരുന്നു. നല്ല വിജയം, നല്ല മാർക്ക് വാങ്ങി ജയിക്കുവാനുള്ള യോഗം, അധികമായിട്ട് ശമ്പളം കിട്ടുന്ന സമയം, ജോലിയിൽ നല്ല മാറ്റം ലഭിക്കുന്ന സമയം, നല്ല ഓഫറുകൾ കിട്ടുന്ന സമയം. ഏതായാലും മേടരാശിയിലെ അശ്വതി നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മിഥുന രാശിയിലെ തിരുവാതിര നക്ഷത്രമാണ്. ഇവർക്ക് സൗഭാഗ്യമാണ്, നേട്ടമാണ്, ഉയർച്ചയാണ്. ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുന്ന സമയം. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും. അടുത്തത് കർക്കിടക രാശിയിലെ ആയില്യം നക്ഷത്രമാണ്. വലിയ യോഗങ്ങൾ ലഭ്യമാകുന്ന സമയം, ബിസിനസ്സിൽ വിജയിക്കുന്ന സമയം, കടം മാറുന്ന സമയം, പണം ധാരാളം വന്നു ചേരുന്ന സമയം, കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയം. ചിങ്ങക്കൂറിലെ മകൻ നക്ഷത്രമാണ്. നല്ല സമയമാണ്, വലിയ ഉയർച്ച വന്ന് ചേരുന്ന സമയമാണ്. എതിർപ്പില്ലാത്ത കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. കന്നിരാശിയിലെ അത്തം നക്ഷത്ര ജാതകർക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും. ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി ഒരുപാട് ധനസമൃദ്ധി ഇവർക്ക് വന്നു ചേരും. ജീവിതം പാടെ മാറും. ചില പ്രവചനങ്ങൾ അങ്ങനെയാണ്, സത്യമായി തീരാറുണ്ട്. അടുത്ത കാലത്ത് അഫീഗ്യ ചില വീഡിയോകളിൽ പറഞ്ഞിരുന്നു ഇന്ന രാശിക്കാർക്ക് ഇന്നതൊക്കെ സംഭവിക്കുമെന്ന്. അതിൽ ഈ കന്നിരാശിയിലെ അത്തനക്ഷത്ര ജാതകരും ഉണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ആ കുട്ടി ജ്യോതിഷിയുടെ അനുഭവം കൊണ്ട് പറയുന്നതാകാം. ഏതായാലും കന്നിരാശിയിലെ അത്തനക്ഷത്ര ജാതകർക്ക് ഇനി ഒരുപാട് നേട്ടമാണ്, ഭാഗ്യമാണ്. അടുത്ത നക്ഷത്രം പൂരാടമാണ്, ധനുക്കൂറിലെ. അവർക്കും ഭാഗ്യമാണ്. ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കും. ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് സമൃദ്ധി ഇവർക്ക് വന്നു ചേരും, ഉറപ്പാണ്. അടുത്തത് രേവതിയാണ്, മീനക്കൂറിലെ. കുടുംബത്തിൽ സന്തോഷം വന്നു ചേരും. സങ്കടങ്ങളൊക്കെ അവസാനിക്കും. ദുഃഖ ദുരിതങ്ങൾ അവസാനിക്കുന്നു. ഇനി അഭിവൃദ്ധിയുടെ നേട്ടത്തിൻ്റെ സമയമാണ്. വെള്ളിയാഴ്ച മഹാലക്ഷ്മി വഴിപാട് ചെയ്യുക. ശ്രീം എന്നെഴുതുക, അതല്ലെങ്കിൽ സ്വസ്തി വരയ്ക്കുക. കുങ്കുമാർച്ചന നടത്തുക, അതായത് കുങ്കുമത്താൽ അർച്ചന നടത്തുക. ശ്രീ മഹാലക്ഷ്മി നാമം ജപിക്കുക. പൂജാമുറിയിൽ ഒരു ചെറിയ വെള്ളിപ്പാത്രത്തിൽ പാൽ വെച്ച് നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒരുപാട് സൗഭാഗ്യമാണ്. 11 വെള്ളിയാഴ്ച ഇതൊന്ന് ചെയ്യുക. ജീവിതം മാറി മറിയും. എല്ലാ സമൃദ്ധിയും ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.